ഇതൊരു വൈകിയ വാർത്തയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ജനപ്രതിനിധികളോളം വൈകിയിട്ടില്ല. ഇത്ര നേരവും അവരുടെ ആരുടെയെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വ്യാഴാഴ്ച ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിയാണ് ആരോഗ്യ വകുപ്പിന്റെ പുതിയ ഇര. കയ്യിലെ 6-ാം വിരൽ മുറിച്ചു മാറ്റാനെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതായാണ് പരാതി. കുഞ്ഞിന്റെ നാവിന് ആരോഗ്യപരമായ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് വിഷയത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ 6-ാം വിരൽ നീക്കം ചെയ്തതായാണ് വിവരം. കുട്ടി കരഞ്ഞപ്പോഴാണ് നാവിലെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതിനാൽ അത് ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്തു എന്നുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗം സൂപ്രണ്ടിന്റെ വിശദീകരണം. ബന്ധുക്കൾക്ക് പരാതിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ തലത്തിൽ അന്വേഷണം പുരോഗമിക്കുമെന്നും സൂപ്രണ്ട് പറയുന്നു. അതേസമയം കുട്ടിയുടെ നാവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിനായി ഡോക്ടറെ സമീപിച്ചിരുന്നില്ല എന്ന് കുടുംബം വ്യക്തമാക്കുന്നു. നാവുമായി ബന്ധപ്പെട്ട ചികിത്സയും ഇവർ നടത്തിയിരുന്നില്ല. ശസ്ത്രക്രിയ മാറിയപ്പോൾ ഡോക്ടർ തങ്ങളോട് മാപ്പ് പറഞ്ഞുവെന്നും കുട്ടിയുടെ കുടുംബം പറയുന്നു. ഇനി ഒരു കുട്ടിക്കും ഈ ഗതി വരരുത്. ഡോക്ടർക്കെതിരെ നടപടി വേണം. അശ്രദ്ധയാണ് ഇത്തരമൊരു പിഴവിലേക്ക് നയിച്ചത്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സൂപ്രണ്ട് പറഞ്ഞതിൽ വിശ്വസിക്കുന്നു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കുടുംബം വ്യക്തമാക്കുന്നു. ഇതാദ്യമായല്ല ആരോഗ്യ വകുപ്പിന്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടാകുന്നത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടുന്ന ഹർഷിന എന്ന് നമ്മുടെ മുന്നിലെ വേദനയാണ്. 2017 പ്രസവ ശസ്ത്രക്രിയക്ക് വിധേയമായപ്പോഴാണ് ഹർഷിനയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയത്. ഇതിനുശേഷം പലപ്പോഴായി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. 5 വർഷത്തോളം ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയതാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയത്. ശസ്ത്രക്രിയയിലൂടെ സർജിക്കൽ ഉപകരണം മാറ്റിയെങ്കിലും അതിനുശേഷവും ആരോഗ്യ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ നേരിട്ടു. എന്നാൽ കത്രിക കുടുങ്ങിയത് മെഡിക്കൽ കോളേജിൽ വെച്ചല്ലെന്നാണ് ആദ്യം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയത്. അന്വേഷണത്തിനൊടുവിൽ മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും തന്നെയാണ് കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ അന്ന് 100-ലേറെ ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷിന നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. എന്നാൽ കേസിൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ്. പീഡനത്തിനിരയായ തന്റെ മൊഴിയിൽ കൃത്രിമം നടത്തിയതടക്കം ആരോപിച്ച് അതിജീവിതം നടത്തുന്ന സമരം ആഴ്ചകൾ പിന്നിടുമ്പോഴും ഭരണകൂടവും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഇതൊന്നും അറിയാത്തതായി നടിക്കുകയാണ്. ചുരുക്കത്തിൽ പൊതുജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുന്ന പിണറായിയുടെ ഭരണം തികഞ്ഞ പരാജയമാണ്. റോഡും നഗരവും കുഴിച്ചിട്ട് വിദേശ പര്യടനം നടത്തുന്ന പൊതുമരാമത്ത് മന്ത്രിയും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ അപ്രായോഗിക മാറ്റങ്ങൾ നടപ്പിലാക്കി ജനവികാരം നിരീക്ഷിക്കുന്ന ഗതാഗത മന്ത്രിയുമൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ശാപം. കേരളമേ ലജ്ജിക്കുക.